തീരെ പിടിതരാത്തൊരു വാക്കാണ് സ്നേഹം. എല്ലാവരും സ്നേഹിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അവസാനമാകുമ്പോൾ സൗഹൃദങ്ങളിലായാലും കുടുംബങ്ങളിലായാലും കലഹങ്ങളൊക്കെ കുറച്ചധികം സംഭവിക്കുന്നു. എന്നിട്ട് എല്ലാവരും പറയും, ഞാൻ സ്നേഹം കൊണ്ട് പറഞ്ഞതാ, ശരിക്കും സ്നേഹം മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. എന്നിട്ടും സ്നേഹമല്ല ആയി നിൽക്കുന്നില്ല. നമുക്കൊന്ന് ചിന്തിക്കാം സ്നേഹത്തെക്കുറിച്ച്. ബൈബിളിൽ ഏറ്റവും സുപ്രധാനമായിട്ട് ഈശോ പറഞ്ഞ കാര്യമാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ പരസ്പരം സ്നേഹിക്കുക. നമ്മൾ ഓർമ്മ വെച്ച കാലം മുതൽ ഇത് കേൾക്കാറുണ്ട്. പക്ഷേ ശരിക്കും നമ്മൾ പരസ്പരം സ്നേഹിക്കാറുണ്ടോ? സ്നേഹം മാത്രം, അതാണ് ബൈബിൾ എല്ലാ കാലത്തും നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ കേട്ട് വളരുന്ന അതാണ്. സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുക. സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സമരിയാക്കാരൻ്റെ കഥ, സ്നേഹത്തെക്കുറിച്ചുള്ള ഉപമകൾ, അങ്ങനെ ബൈബിൾ നിറയെ ഈശോ സ്നേഹത്തെക്കുറിച്ച് ആണ് പറയുന്നത്. ഇനി ഒരുപാട് കൽപ്പനകളുണ്ടെങ്കിൽ ആ കൽപ്പനകളെ എല്ലാം ഈശോ ചുരുക്കി സ്നേഹമായിട്ടാണ് പറയുന്നത്. അവിടാണ് നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി. ഇത്രമാത്രം സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ടും നമുക്ക് എന്തേ അത്ര കണ്ട് സ്നേഹിക്കാൻ പറ്റാത്തത്? ഇനി സ്നേഹമെന്ന വാക്ക് തന്നെ നമ്മൾ പല കഷ്ണങ്ങളായിട്ടൊന്ന് ചിന്തിക്കേണ്ടതാണ്. സ്നേഹമെന്ന വാക്കിനെ ഇങ്ങനെ വിഘടിപ്പിച്ച് ചിന്തിച്ചാൽ പരിപൂർണമായ ക്ഷമയെന്നും, മറ്റുള്ളവരോടുള്ള ആദരവായും, നമ്മൾ നൽകുന്ന സന്തോഷം, സമാധാനം, നമ്മുടെ നിസ്വാർത്ഥമായ സേവന സന്നദ്ധത, ത്യാഗോജ്ജലമായ വിട്ടുവീഴ്ചകൾ, അങ്ങനെ പലതായിട്ട് സ്നേഹത്തെക്കുറിച്ച് പറയണം. അല്ല, ഒറ്റ വാക്കി സ്നേഹമെന്ന് പറഞ്ഞാൽ ചിലപ്പം നമ്മൾ എനിക്ക് വലിയ സ്നേഹമാണെന്നങ്ങ് ചിന്തിക്കും. അങ്ങനെ ഓരോന്നോരോന്നും മാറ്റി മാറ്റി സ്നേഹത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത്രമാത്രം സ്നേഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മളെല്ലാവരും സ്നേഹത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ട്? അതാണ് നമ്മുടെ നിർണായകമായ ചോദ്യം. അതൊരു നല്ല നിരീക്ഷണം തന്നെയാണ്, നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ച് പറയാനായിട്ട് ഈശോ തന്നെ പറഞ്ഞ ഒരു ഉപമ നമ്മളൊന്ന് എടുക്കുന്നത് നല്ലതാണ്. ഈശോ പറഞ്ഞതാണ്, മണലിൽ വീട് പണിതതും പാറപ്പുറത്ത് വീട് പണിതതുമായ ഒരു ഉപമ. വിവേകമതിയായ മനുഷ്യൻ പാറമേൽ അടിസ്ഥാനമിട്ട് അതിന്മേൽ വീട് പണിയുന്നു. വിവേകരഹിതനാകട്ടെ മണലിൽ വീട് പണിയുന്നു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, കാറ്റ് വീശി വെള്ളപ്പൊക്കമുണ്ടായി, അത് നിലനിന്നു. പാറപ്പുറത്ത് പണിത വീട് നിലനിന്നു, ഒരു കുഴപ്പവും ഉണ്ടായില്ല. പക്ഷെ കാറ്റ് വീശി വെള്ളപ്പൊക്കമുണ്ടായി, അടിസ്ഥാനമില്ലാതെ മണലിന് മീതെ പണിത വീട് നിലംപതിച്ചു. ഒരു സ്നേഹത്തിൻ്റെ സൗധം കെട്ടിപ്പടുക്കുന്നതിന് നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ വേണമെന്നുള്ളതാണ്. നമ്മൾ ആ ബേസിക് ആയിട്ടുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതെ ആശയപരമായും വൈകാരികമായും സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുക. എന്താണ് ആ ബേസിക് കാര്യം, അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു സ്നേഹത്തിനൊരു സ്വഭാവം ആവശ്യമാണ്. നമുക്കൊരു ക്യാരക്ടർ ഫോർമേഷൻ വേണം. ചെറുപ്പം മുതലേ നമ്മളെ സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഈ പഠിപ്പിക്കുന്ന പള്ളിയിലായാലും മതബോധനത്തിലായാലും മാതാപിതാക്കളായാലും സ്നേഹിക്കുക, ഈശോ പറഞ്ഞു സ്നേഹിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. സ്നേഹത്തിന് അനുയോജ്യമായ ഒരു ക്യാരക്ടർ ബിൽഡിങ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്കെപ്പോഴും അയാളോടുള്ള കാര്യങ്ങളോടുള്ള മാത്രം താല്പര്യമാണ്, അല്ലേ? കുട്ടിക്കാലത്ത് അവർക്ക് വേണ്ടി അവർ കിട്ടുന്നതെല്ലാം ശേഖരിക്കും. പക്ഷെ പതുക്കെ അവരെ മറ്റുള്ളവർക്ക് നൽകാനുള്ളവരാണെന്ന് നമ്മൾ പഠിപ്പിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവം അവർ രൂപപ്പെട്ട് വന്നില്ല എങ്കിൽ, അല്ലേ? നമ്മളിപ്പോൾ കാണാറില്ലേ, പള്ളിയിൽ കുർബാനയ്ക്ക് പോകുമ്പോൾ മാതാപിതാക്കൾ ഈ നേർച്ചയിടാനുള്ള കാശ് കുട്ടികൾക്ക് കൊടുക്കും, നേർച്ചയിടാൻ പറയും. ഇപ്പം പള്ളിയിൽ 100 രൂപ ഇടുന്നെങ്കിൽ ഈ കുട്ടി ഇടണമെന്നില്ലല്ലോ, അപ്പനം കിട്ടാൽ മതി. പക്ഷെ എന്തിനാണ് ഈ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് കൊടുക്കാൻ പറയുന്നത്?
കുട്ടികളെ കൊടുക്കാൻ പഠിപ്പിക്കുകയാണ്. അങ്ങനൊരു സ്വഭാവം രൂപപ്പെടുത്തിയെടുക്കുകയാണ് അല്ലേ? കുട്ടികൾ എപ്പോഴും അക്ഷമരായിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വാവിട്ട് നിലവിളിച്ചും വല്ലാതെ അവരുടെ ദേഷ്യം കാണിച്ചുമൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മക്കളെ മാതാപിതാക്കൾ ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചില കാലഘട്ടങ്ങളിൽ ചില സമയങ്ങളിലൊക്കെ ആവശ്യമായിരിക്കാം. പക്ഷെ അതോടൊപ്പം തന്നെ ഒന്ന് കാത്തിരിക്കാൻ, ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഒക്കെ പഠിപ്പിച്ചാൽ അവരിൽ മറ്റൊരു സ്വഭാവം രൂപപ്പെടും. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവമാണ്. നിസ്വാർത്ഥത, ഈ സ്നേഹമെന്ന ഒറ്റ വാക്കിൽ പറയുന്നതിൻ്റെ ചുറ്റും ചിതറിക്കിടക്കുന്ന കുറേ സ്വഭാവങ്ങളുണ്ട്. ഇപ്പോൾ 1 കൊറിന്തോസ് 13 വായിച്ചാൽ എന്താണ്? സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല, സ്നേഹം സകലതും സഹിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള സ്നേഹത്തിന് അനുയോജ്യമായ ചില ക്യാരക്ടർ നമ്മൾ ബിൽഡപ്പ് ചെയ്യണം. ഇതില്ലാതെ ഒരാൾ ഒട്ടും ക്ഷമയില്ലാത്ത അക്ഷമനാണെങ്കിലോ അയാൾ സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ ഒരു ചെറിയ കാര്യത്തിന് അയാൾ പൊട്ടിത്തെറിക്കുന്നു. അയാൾക്ക് ഒരു മുൻകോപമുണ്ട്. ചെറുപ്പം മുതലേ ഈ കോപത്തിലാണ് വളർന്നത്. ആരും ഈ കോപത്തെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. ഈ കോപമൊന്ന് അടക്കാൻ അയാളെ സഹായിച്ചിട്ടില്ല. വളർന്നു വന്ന സാഹചര്യങ്ങളിലെല്ലാം അയാൾക്ക് മുൻകോപമാണ്. അയാളുടെ ആന്തരികമായ മുറിവിനനുസരിച്ചുള്ള പ്രതികരണങ്ങളിലൂടെ അയാൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ യാക്കോബ് ശ്ലീഹയുടെ പുസ്തകത്തിൽ ഒരു വരിയുണ്ട്, കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് തടസ്സമാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നീതിയൊക്കെ സ്നേഹമാണ്. ഒരു സ്നേഹം, കോപമുള്ള മനുഷ്യന് സ്നേഹിക്കാൻ പറ്റുന്നില്ല. അയാളിൽ സ്നേഹമുണ്ട്, പക്ഷെ കോപത്തിൽ തട്ടിപ്പോകുന്നു. വല്ലാത്ത അഹം കൊണ്ട് നടക്കുന്നവർ, അവര് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഞാനാണ് ഈ നാട്ടിൽ ഏറ്റവും വലിയ ആള്, എനിക്ക് അതിന് അർഹമായ അംഗീകാരവും പരിഗണനയും കിട്ടണം. പലരും അംഗീകാരവും പരിഗണനയും തരുന്നില്ല. അയാൾ ഇടപെടുന്നതൊക്കെ അയാൾക്ക് മുമ്പിൽ നിൽക്കാൻ, മുകളിൽ നിൽക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ മാത്രമാണ്. മറ്റെല്ലാ ഇടങ്ങളിലും അയാൾ അസ്വസ്ഥനാണ്. അയാൾക്ക് യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല. അയാളുടെ സ്നേഹം അയാളുടെ അഹത്തിൽ തട്ടി ചിതറിപ്പോകും. അപ്പം ഈ സ്നേഹമെന്ന് ആശയപരമായും വൈകാരികമായും പറയുമ്പോൾ സ്നേഹം പ്രാവർത്തികമാകണം, പ്രായോഗികമാകണമെങ്കിൽ സ്നേഹത്തിന് അനുയോജ്യമായൊരു സ്വഭാവം രൂപപ്പെടുത്തണം. ഇപ്പം നമ്മളിത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചു തുടങ്ങണമെന്നല്ല. മറിച്ച് എന്താണ്, എൻ്റെ സ്വഭാവം സ്നേഹത്തിന് പറ്റിയതാണോ? എനിക്ക് വല്ലാത്ത അസൂയ അല്ലേ? സ്വാഭാവികമായ അസൂയൊക്കെ ചില ആൾക്കാർക്ക് വെറുതെ അസൂയാണ്. ഒരു കാക്ക മുകളിലൂടെ പറന്നു പോയാൽ ഇത് എനിക്ക് പറക്കാൻ പറ്റില്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ കാക്ക ഇപ്പം പറന്നത് എന്ന് വെറുതെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ലോകത്ത് കാണുന്ന സകലതിനോടും അസൂയ, സകലതിനോടും എതിർ മനോഭാവം. അപ്പം ഇങ്ങനെയുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ അപ്പം നമ്മൾ ആ സ്വഭാവത്തെ മാറ്റി പണിയാനായിട്ട് ചിന്തിക്കണം. ആ ഒരു സ്വഭാവം എന്നുള്ളത് നമ്മുടെ ആ ക്യാരക്ടറിൻ്റെ ഒരു ബേസിക് തലമാണ്. ഈ സ്വഭാവ രൂപവൽക്കരണം നമ്മുടെ ജീവിതത്തിൽ നിർണായകമായിട്ട് നടക്കണം. ചെറുപ്പം മുതലേ നടക്കണം. ഇനി ചെറുപ്പത്തിൽ നടന്നില്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണെങ്കിലും നമ്മൾ നമ്മുടെ സ്വഭാവത്തെ ധ്യാനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, ബോധത്തിലൂടെയൊക്കെ മാറ്റിപ്പിടിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. അത് സ്നേഹത്തിനൊരു നിർണായകമായ കാര്യമാണ്. കുട്ടിക്കാലം മുതലേ ക്യാരക്ടർ ഫോർമേഷൻ വേണമെന്ന് പറഞ്ഞത് മനസ്സിലായി. പക്ഷേ ഒരു പ്രത്യേക ക്യാരക്ടറിൽ വർഷങ്ങളായി ജീവിക്കുന്ന ഒരാൾക്ക് ഇനി ചേഞ്ച് ആവാൻ സാധിക്കുമോ? നമ്മൾ ഈ ടൈം ഹീൽസ് യു എന്നൊരു ചൊല്ലുണ്ട്, സമയം എല്ലാ മുറിവുകളും ഉണക്കുമെന്ന്. സാധാരണ ചിലപ്പം മുതിർന്നവർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. വളരും തോറും, പ്രായമാകും തോറും നമുക്ക് കാണാം, ഈ മാതാപിതാക്കളായിരിക്കുമ്പോൾ മക്കളോട് ഇച്ചിരി കാർക്കശ്യം പുലർത്തിയവർ ഗ്രാൻഡ് പേരൻസ് ആകുമ്പോൾ വളരെ മൈൽഡായിട്ട് പെരുമാറും. പക്ഷെ തിരിച്ചും സംഭവിക്കാറുണ്ട്. ചില സ്വഭാവ ദൂഷ്യങ്ങൾ അങ്ങനെ അടിസ്ഥാനപ്പെട്ട് അതിൽ തന്നെ അങ്ങ് വളർന്നു പോകുന്നതുകൊണ്ട്. അപ്പോൾ പ്രായമായവർക്കെന്നല്ല, പലർക്കും സ്വഭാവം പെട്ടെന്ന് മാറ്റുക എന്നുള്ളത് അത്ര പ്രായോഗികമായൊരു കാര്യമല്ല. അതിൻ്റെ സ്വഭാവം ആവശ്യമാണ് നമ്മൾ പറയുമ്പോഴും.
അത്ര പ്രായോഗികമായ കാര്യമല്ല. നമ്മൾ മാറ്റുന്ന സ്വഭാവങ്ങളൊക്കെ അല്ലേ, നമ്മൾ ജനുവരി 1 വലിയ പ്രതിജ്ഞയൊക്കെ എടുക്കും, അത് 2-ാം തീയതി അല്ലെങ്കിൽ 1-ാം തീയതി രാത്രി തന്നെ അവസാനിക്കും. കാരണം ഒന്നും സ്റ്റേബിളായിട്ട് നിൽക്കാറില്ല. അപ്പോൾ നമ്മളപ്പോൾ ക്യാരക്ടർ എങ്ങനെ മാറ്റുക എന്നുള്ളതാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ സ്നേഹിക്കണമെങ്കിൽ ഒരു സ്വഭാവം വേണമെന്നാണ് പറഞ്ഞത്. ഈ സ്നേഹം എന്നൊരു കാര്യം തന്നെ നമ്മളെ വല്ലാതെ ബാധിക്കണം. ഈ സ്നേഹത്തെ തന്നെ നമ്മൾ സ്നേഹിക്കണം. ഈ സ്നേഹമെന്ന് പറഞ്ഞ ആശയത്തോട് വല്ലാത്തൊരു പാഷൻ നമുക്കുണ്ടാകണം. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഒരു പാഷനാണ്, ഒരു ദാഹമാണ്. ഒരു വലിയ ക്രിക്കറ്റ് കളിക്കാരനായി മാറുന്നത്, ഒരു ഇൻ്റർനാഷണൽ പ്ലെയറായി മാറുന്നത് അതിനോടുള്ള പാഷനാണ്. അതുപോലെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ ഈ സ്നേഹത്തോടൊരു പാഷൻ, ജീവൻ കൊടുത്തും സ്നേഹിക്കണം എന്നുള്ളൊരു ഡിസിഷനാണ് ഒന്നാമത്തെ കാര്യം. ചെറിയ വൈകാരികമായി സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, പക്ഷേ എന്ത് വില കൊടുത്തും സ്നേഹിക്കുക മാത്രം ചെയ്യുന്നൊരു ഡിസിഷൻ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാകത്തില്ല. ആ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ സ്വഭാവം എങ്ങനെ മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് മാറ്റാൻ പറ്റുന്നില്ല പലതും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതൊരു പക്ഷേ ഈശോ പറഞ്ഞ പോലെ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട, ഇന്ന് ജീവിക്കാമെന്ന് തീരുമാനിക്കണം. ഓരോ ദിവസത്തെയും പ്രാർത്ഥനയിലും മെഡിറ്റേഷനിലും ദൈവത്തിന് സമർപ്പിച്ച് ഒരു വലിയ ബലി പോലെ ഓരോ ദിവസവും ജീവിക്കാൻ തീരുമാനിക്കുന്നതിനകത്താണ് കാര്യം. ഇന്ന് സ്നേഹം മാത്രം, അല്ലാതെ ഇനി എൻ്റെ സ്വഭാവം അങ്ങ് മാറത്തില്ലായിരിക്കാം, പക്ഷേ ഇന്ന് എനിക്കൊന്ന് മാറ്റിപ്പിടിക്കാമെന്ന് ചിന്തിക്കണം. അത് കൂടുതൽ മനസ്സിലാകാനായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നൊരു കാര്യം, ഈ AA ആൽക്കഹോളിക് അനോണിമസ് എന്നൊരു ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ മദ്യപാനത്തിൻ്റെ അടിമത്തം ഉണ്ടായിരുന്നവർ പിന്നെ അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘമാണ്. അവർ കൂടെ ഒരുമിച്ച് ചേരും. ഇനി ഒരിക്കലും കുടിയിലേക്ക് വീണു പോകാതിരിക്കാൻ അവർ പരസ്പരം ഒന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പം അവരെ തന്നെ പരിചയപ്പെടുത്തുന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. ഒരാൾ പറയുന്നത് ഇങ്ങനെയാണ്: ഐ ആം ആൻ ആൽക്കഹോളിക് ബട്ട് ഫോർ ദ പാസ്റ്റ് 10 years ഐ ഡോണ്ട് ഡ്രിങ്ക്. ഞാനൊരു മദ്യപാനിയാണ്, പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ കുടിക്കുന്നില്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് കുടിക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരു മദ്യപാനിയാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ആ പറയുന്നതിൻ്റെ ഉള്ളിൽ ഒരു കാര്യം ഇതാണ്: അയാളൊരു എളിമയുടെ പൊസിഷനിൽ നിന്നുകൊണ്ട് സ്വന്തം ബലഹീനതയെ അക്സെപ്റ്റ് ചെയ്യുന്നു. എൻ്റെ രക്തം മദ്യത്തിന് വേണ്ടി ദാഹിക്കുന്നു, അത്രമാത്രം ഒരു അടിമത്തം എനിക്കുണ്ട്, പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ കുടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഓരോ ദിവസവും പ്രഭാതത്തിലൊരു തീരുമാനമെടുക്കും, ഞാൻ ഇന്ന് കുടിക്കുന്നില്ല, ഇന്ന് കുടിക്കില്ല, നാളെക്കുറിച്ച് ഞാൻ പറയില്ല. അങ്ങനെ ഓരോ ഇന്നുകളിൽ കുടിക്കാതിരുന്നാണ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞാൻ എൻ്റെ രക്തത്തിലെ മദ്യത്തിൻ്റെ ദാഹം കുറച്ചത്. ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ബലഹീനത മനസ്സിലാക്കും. ഒരു ക്യാരക്ടർ ഫോർമേഷനിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ഇതുപോലെ തന്നെ നമ്മൾ രൂഢമൂലമായൊരു സ്വഭാവമുണ്ട്. ഈ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിച്ചപ്പോൾ, മറ്റുള്ളവരുമായിട്ട് മല്ലിട്ട് ജീവിച്ചപ്പോൾ, ജീവിക്കാൻ വേണ്ടി ജയിക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ രൂപപ്പെടുത്തിയെടുത്ത സ്വഭാവമുണ്ട്. നമുക്കൊരിടത്തും തോക്കാൻ പറ്റില്ല, നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഓരോ ദിവസവും ജീവിക്കാം. ഇന്നത്തെ ദിവസം ഞാൻ നല്ലത് മാത്രം സംസാരിക്കും, ആരെയും ഉപദ്രവിക്കുന്ന വാക്കുകൾ, ഇൻസൾട്ടിംഗ് ആയിട്ട് സംസാരിക്കില്ല. എന്നെ ഇന്നലെ ഉപദ്രവിച്ചവരോട് ഈ ദിവസം ക്ഷമയോട് പെരുമാറുന്നു. ആത്മാർത്ഥമായൊരു പുഞ്ചിരി നൽകാം, ഒരു സമാധാനം ആശംസിക്കാം ഈ ദിവസം. അങ്ങനെ ഓരോ ദിവസവും ജീവിക്കുക എന്നുള്ളതാണ് കാര്യം. ശരിക്കും നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ദീർഘായുസ് ഉണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി വരെ ഉള്ളൂ. കാരണം രാത്രി നമ്മളൊരു നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു മരണം തന്നെയാണ്. കാരണം നമ്മൾ കംപ്ലീറ്റ് റെസ്റ്റാണ്, റെസ്റ്റിംഗ് ഇൻ പീസ്, RIP. ഒരാൾ പുറത്തുനിന്ന് നോക്കിയാൽ നമ്മുടെ ശ്വാസനിശ്വാസങ്ങൾ അയാൾക്ക് മനസ്സിലായേക്കാം. പക്ഷെ ഉറങ്ങുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളെല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി പ്രഭാതത്തിൽ ഉണർന്നാലേ ഉള്ളൂ സ്റ്റിൽ ഐ ലീവ്, ഞാൻ ഇപ്പോഴും ജീവിക്കുന്നു എന്ന് പറയാൻ.
അതുകൊണ്ട് നമ്മൾ ഇന്ന് രാത്രിയത്തേക്ക്, ഈ ഒരു ദിവസത്തേക്ക് ജീവിച്ചാൽ മതി. ഈ ഒരു ദിവസം ജീവിക്കാനായിട്ട് ഒരുങ്ങാം. അപ്പോൾ അത് നമുക്ക് കൂടുതൽ കൂടുതൽ എന്നിട്ട് സാധിക്കുന്നില്ലെന്ന് കാണുമ്പോഴാണ് നമ്മൾ ഈ സഹായങ്ങളൊക്കെ ആശ്രയിക്കേണ്ടത്, അല്ലേ? ഞായറാഴ്ച മാത്രം കുർബാന കാണുന്നവരുണ്ട്, ഡെയിലി കുർബാന കാണുന്നവരുണ്ട്. എനിക്ക് ഈ സ്നേഹത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉറവയായ ബലിയിൽ ആദ്യം തന്നെ ഞാൻ രാവിലെ പങ്കെടുക്കുക, ആ സ്നേഹം സ്വീകരിക്കുക, ആ സ്നേഹത്തെ ധ്യാനിക്കുക. എന്നിട്ട് ഇനി അടുത്ത ദിവസം ഈ ബലിയിൽ പങ്കെടുക്കുന്നിടം വരെ ഈ സ്നേഹത്തിൻ്റെ ബലിജീവിതം ജീവിക്കുമെന്ന് ഞാൻ തീരുമാനിക്കുക. അങ്ങനെ ഓരോ ദിവസവും ജീവിച്ച് സ്നേഹിക്കണം. ഓരോ ദിവസവും സ്നേഹിച്ച് ജീവിക്കണം. അതായിരിക്കും അതിൻ്റെ ഒരു പ്രായോഗിക തലമെന്ന് എനിക്ക് തോന്നുന്നു. സ്നേഹിക്കാൻ ഒരു സ്വഭാവം നമ്മൾ രൂപപ്പെടുത്തിയാലും മറ്റുള്ളവരുടെ മോശമായ പ്രതികരണങ്ങളിൽ നമുക്കെങ്ങനെ സ്നേഹത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും? അതിനാണ് നമ്മളൊരു സ്ട്രോങ് ക്യാരക്ടർ വേണമെന്നൊക്കെ പറയുന്നത്. എന്താണ് സ്ട്രോങ് ക്യാരക്ടർ? അതായത് മറ്റുള്ളവരുടെ രീതിക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നതല്ല സ്നേഹം, അല്ലേ? പക്ഷെ എല്ലാവരും അങ്ങനെയാണ്. എല്ലാവരും ഒരു ആക്ഷനിലല്ല, ഒരു റിയാക്ഷനിലാണ്. ഒരാൾ നമ്മളെ നോക്കി ചിരിക്കുന്നു, നമ്മളും ഉടനെ അറിയാതെ അങ്ങ് ചിരിക്കും. ഒരാളൊന്ന് ദേഷ്യത്തോടെ നോക്കിയാൽ നമ്മുടെ മുഖത്തും ദേഷ്യം വരും. ഒരാളൊന്നും സംശയത്തോടെ നെറ്റി ചുളിച്ച് നോക്കിയാൽ നമ്മളും നോക്കും, ഇതെന്താ ഇയാൾ ഇങ്ങനെ എന്നെ നോക്കുന്നു. അപ്പോൾ എപ്പോഴും നമ്മളുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരാണ് നിർണ്ണയിക്കുന്നത്. അവരെന്താണോ ചെയ്യുന്നത് അതിനൊരു റിയാക്ഷൻ കൊടുക്കുന്നു നമ്മൾ. ലവ് ഈസ് നോട്ട് എ റിയാക്ഷൻ, ഇറ്റ്സ് ആൻ ആക്ഷൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം മറ്റുള്ളവരുടെ പ്രതികരണങ്ങളിൽ എങ്ങനെ പിടിച്ചു നിൽക്കും എന്ന് പറഞ്ഞാൽ, പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സ്നേഹമില്ലെന്നാണ്. അതിനൊരു ശക്തമായ സ്വഭാവം വേണം. അത് യേശു ക്രിസ്തുവിനെ കുറിച്ചൊന്ന് ചിന്തിച്ചാലോ? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താ? യേശു ക്രിസ്തു സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഈശോ ആർക്ക് വേണ്ടിയിട്ടാണ് നന്മ ചെയ്തത്? യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണോ? നല്ലതുപോലെ പെരുമാറുന്നവരോട് മാത്രമാണോ? അല്ലേ? ഒരാൾ മുമ്പിൽ വന്ന് നിന്നു, അയാളെ ഈശോ തൊട്ടു, അയാൾക്ക് സൗഖ്യം കിട്ടി. വേറൊരു സ്ത്രീ പിന്നാലെ വന്നു, ആൾക്കൂട്ടത്തിനുടെ ഇടയിലൂടെ വന്ന് വസ്ത്രവിളുമ്പി തൊട്ടു, അപ്പോൾ ആ സ്ത്രീക്കും സൗഖ്യം കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഈശോ തൊട്ടാലും സൗഖ്യം കിട്ടും, ഇനി ഈശോയെ തൊട്ടാലും സൗഖ്യം കിട്ടും. അവസാനം നമ്മൾ വായിക്കുന്നത് എന്താ? കുരിശിൽ കിടക്കുമ്പോൾ ഒരു ഒറ്റക്കണ്ണനായ പടയാളി കുന്തം കൊണ്ട് ഈശോയുടെ നെഞ്ചത്ത് കുത്തിയെന്ന. അപ്പം നെഞ്ചിൽ നിന്ന് ചോര വീണ് അയാൾക്കും സൗഖ്യം കിട്ടിയെന്ന. ഇപ്പം എന്ത് മനസ്സിലായി? ഈശോ തൊട്ടാൽ സൗഖ്യം കിട്ടും, ഈശോയെ തൊട്ടാൽ സൗഖ്യം കിട്ടും. ഇനി ഇതൊന്നും വേണ്ട, ഈശോയുടെ നെഞ്ചത്തിട്ടൊരു കുത്തിയാലും സൗഖ്യമേ കിട്ടും. അതാണ് സ്നേഹം. മുമ്പിൽ നിൽക്കുന്ന ആൾ എന്താണ് ചെയ്യുന്നതെന്നനുസരിച്ച് നമുക്ക് മാറാൻ പറ്റത്തില്ല. ആ സ്നേഹമല്ല, സ്നേഹം ഒരു സ്പിരിച്വാലിറ്റിയാണ്. നമ്മളീ പറഞ്ഞത് എന്താ? എന്നെ മുമ്പിൽ നിൽക്കുന്ന ആളോട് അയാളുടെ രീതി അനുസരിച്ച് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് പെരുമാറുന്നത്. അതൊരു പക്ഷേ ഒരു ഫിസിക്സ് ആണ്. എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഐസക് ന്യൂട്ടൺ പഠിപ്പിച്ചത്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ റിയാക്ഷനിലല്ല, ആക്ഷൻ. ആരെങ്ങനെ പെരുമാറിയാലും എനിക്കൊന്നേ പെരുമാറാനുള്ളൂ. അത് സ്നേഹമാണ്. അതിന് നമ്മൾ ഒരുപാട് ധ്യാനിക്കേണ്ടിയിരിക്കും, പ്രാർത്ഥിക്കേണ്ടിയിരിക്കും, നമ്മുടെ സ്വഭാവത്തെ മാറ്റേണ്ടിയിരിക്കും. അതിനൊരു സ്ട്രോങ് ക്യാരക്ടർ ഉണ്ടാകേണ്ടിയിരിക്കും. അപ്പം നമ്മുടെ ഈ ചോദ്യം തന്നെ സ്നേഹം അർഹിക്കുന്നൊരു ചോദ്യമല്ല, സ്നേഹമെന്ന വിഷയം അർഹിക്കുന്ന. കാരണം നമുക്കൊരു സ്വഭാവം ഉണ്ടായാലും മറ്റുള്ളവർ നമ്മളോട് മോശമായി പെരുമാറിയാൽ എങ്ങനെ സ്നേഹിക്കും? അവിടെയാണ് നമ്മളോട് മോശമായി പെരുമാറുന്നവരോടാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ നമ്മൾ തെറ്റിപ്പോവും. അപ്പോൾ നമ്മളോട് സൗമ്യമായി പെരുമാറാത്ത ഒരാളോട്, നമ്മളോട് ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന ഒരാളോട്, അയാളോട് സ്നേഹിക്കാനുള്ള സ്വഭാവത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ശക്തി നമ്മളിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കി ആ സ്നേഹം, ആ ക്യാരക്ടറാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്തെടുക്കേണ്ടത്.